വണ്ടി എടുത്തൊന്ന് കറങ്ങി നടക്കാന്ന് കരുതിയ മുതലാളി പറയും, എടാ നീ എവിടുക്കടാ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് പോലീസ് പിടിക്കുമെന്ന്. എന്നാൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി എടുത്തു പോയാലോ? മുതലാളി പറയും, എടാ നിനക്കെന്താ ഭ്രാന്താണോ, പെട്രോളിന് വില കൂടുതലല്ലേന്ന്. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാ ഒരു ഐഡിയ കിട്ടിയത്. ഏതായാലും വണ്ടി എടുക്കാൻ മുതലാളിന്റെ സമ്മതം കിട്ടൂല. എങ്കിലെന്തോ ഒരു പണി ചെയ്യാം, ഈ ഒരു ഹെൽമെറ്റിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒന്ന് കേറി പറ്റിയാലോ? അത് നല്ലൊരു ഐഡിയ ആണല്ലേ. എന്നാ പിന്നെ ഹെൽമെറ്റിനുള്ളിൽ ഒന്ന് കേറിയിരിക്കാന്ന് കരുതി ഒന്ന് ഇരുന്നതാണ്. ആ അപ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ട് ഉറങ്ങാലോ. ഉച്ച ടൈമല്ലേ, ഒന്ന് നന്നായിട്ടൊന്ന് മയങ്ങാന്ന് കരുതി. ഇതിനുള്ളിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും പേടിക്കണ്ട. മുതലാളിക്കാണെങ്കിൽ കാശും പോകൂല, എനിക്കാണെങ്കിൽ സുഖമായിട്ട് ഓർമ്മം ചെയ്യാ, നല്ല നല്ല സ്വപ്നങ്ങളും കണ്ട് അങ്ങനെ കിടക്കും. വാഴ വെട്ടിയിട്ടതുപോലെ രണ്ടെണ്ണം കിടക്കണത് കണ്ടില്ലേ? ഇവറ്റകൾക്ക് എവിടെ കിടന്നാലും ഉറക്കം തന്നെ. ആരുടെ ശല്യമില്ലാതെ നന്നായിട്ടൊന്ന് ഉറങ്ങാമല്ലോ. ആ ഉറക്കം വന്നിട്ട് വയ്യ. ഏതായാലും ഇതിൻ്റെ ഉള്ളിലൊന്ന് കിടക്കട്ടെ. ഓക്കേ, എന്നെ കണ്ടാ ഇപ്പോൾ ആർക്കും സംശയം തോന്നൂല. ഒച്ചാണോ അതോ കടൽക്കുളിയാണോ? ആർക്കും ഒരു ഡൗട്ടും ഇല്ലാതെ ഞാനിതിനുള്ളിൽ ഉറങ്ങ. ഇന്നലെ കിട്ടിയ കിഴുക്ക് തലക്ക് നല്ലോണം വേദനിച്ചു. ഇനി ഏതായാലും അവനെൻ്റെ തലക്കടിക്കുമ്പോൾ അവൻ്റെ കയ്യെ വേദനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഹെൽമെറ്റിനുള്ളിൽ തന്നെ സ്ഥാനം പിടിക്കും. നല്ല സുഖമുണ്ട്. ഇനിയൊന്നും ഇതിൽ തന്നെ ആയിരിക്കാം ഉറക്കം. ആരും പേടിക്കണ്ട. മഴയും കൊള്ളൂല, വെയിലും കൊള്ളൂല, ആരും ഉപദ്രവിക്കൂല്ല. അമ്മിക്കു പൂച്ച അതുപോലെ ആ പക്കു ഉണ്ടൻ എല്ലാവരും വരും. എന്നെ കണ്ട് പേടിച്ചോടിക്കണം. ഇതെന്ത് ജീവിയാണെന്ന് കരുതി. ആ പാച്ചുവിൻ്റെ ഗോപാലിൻ്റെ കണ്ടിലൊന്നും പെടാതെ ഇതിനുള്ളിൽ സുഖമായിട്ട് ഉറങ്ങാം. ഒരു ശല്യവും ഇല്ല. വണ്ടി ഓടിച്ച് ചെത്തി നടക്കുന്നത് സ്വപ്നവും കണ്ട് കിടക്കാം. അല്ലാതെ എന്താ ഇപ്പം ചെയ്യുക? അതിനല്ലേ യോഗമുള്ളൂ. വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ കോളേജ് സ്കൂളുകളും ഒക്കെ വിടുന്ന സമയമാണ്. പെൺപിള്ളേർ പിറകെ പോയി വായി നോക്കി പോരാമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാത്തും പതിഞ്ഞു ഒളിഞ്ഞും മറിഞ്ഞു എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുക. ആരെങ്കിലും കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കാനാണെങ്കിൽ ഈ ഒരു ഹെൽമെറ്റ് തന്നെ ശരണം. ആരോ വരുന്നുണ്ടല്ലോ. ഓ, ആ കല്യാണി തള്ളി മോളുമാണ്. തള്ള ഉച്ച സീരിയലും കണ്ട് വരുന്ന നേരാണ്. തള്ളയുടെ കണ്ണിലെങ്ങാനും പെടാതെ ഈ ഹെൽമെറ്റിനുള്ളിൽ ഉറങ്ങിയ പോലെ കിടക്കാം. ഈ മുറുക്കി തള്ളയുടെ കണ്ണിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ തള്ളയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. തള്ളക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറയാനുണ്ടാവും. എനിക്കത് കേൾക്കുന്നതേ അലർജിയാ.